എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ. ഏവർക്കും സ്വാഗതം. നമ്മളുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇപ്പോൾ ഈ ഓണക്കാലത്ത്, അതായത് സെപ്റ്റംബർ 1 മുതൽ 17 വരെ ഈ വിമാനത്താവളത്തിൽ വന്നു പോയത് ഏകദേശം 2.5 ലക്ഷത്തോളം ആൾക്കാരാണ്. എൻ്റെ അന്വേഷണത്തിൽ കൃത്യമായി ഒരു 2,36,000 സംതിങ് ഒക്കെയാണ് കണക്കാക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ ആൾക്കാരെ കൊണ്ടുപോകാൻ വരുന്ന വണ്ടികൾക്ക് അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്, അതിനൊരു ഫീസുണ്ട്. 1 മണിക്കൂറിന് 50 രൂപ, 2 മണിക്കൂറിന് 100 രൂപ, ഈ തരത്തിലാണ് അവിടെ ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഒരു 5, 10, 15 മിനിറ്റ് താമസിച്ചാൽ അവർക്ക് തോന്നും പോലെ അങ്ങോട്ടങ്ങ് പണം എണ്ണി വാങ്ങിക്കുന്ന ഒരു മോശം പരിപാടി അവിടെ നടന്നു വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിളിച്ചോണ്ട് പോകാൻ വന്ന ഫ്ലൈറ്റ് അല്പം താമസിച്ച്, അവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അല്പം താമസിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 മണിക്കൂർ 100 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റോ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരു 150 രൂപ അധികമായി വാങ്ങി. എന്നാൽ ചിലർ ഈ കൂടിയ കാറിലൊക്കെ വരുമല്ലോ, അവരിൽ നിന്നൊന്നും ഇവറ്റകള് 5 പൈസ കൂടുതൽ വാങ്ങിക്കില്ല. അവരെ സല്യൂട്ട് ചെയ്ത് വിടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു പ്രവണതയും അവിടെ കണ്ടുവരുന്നുണ്ട്. അദ്ദേഹം വളരെ കാലം ഗൾഫിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ഇപ്പം ഇവിടെ വന്ന് മര്യാദയ്ക്ക് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനായി ബാക്കിയുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം കിളിമാനൂർക്കാരനാണ്, ചന്ദ്രബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത്. ഇതിനെതിരെ നമ്മൾ പാവപ്പെട്ട ആളുകളൊന്ന് പ്രതികരിക്കണം കേട്ടോ, കൂടെ നിൽക്കണേ. 2 മണിക്കൂർ കഴിഞ്ഞ് 15 മിനിറ്റ് കൂടി ആയപ്പോൾ 1 മണിക്കൂറിന് 50 രൂപ എന്നിരിക്കെ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചത് 250 രൂപയാണ്. അതിൻ്റെ ഒരു ന്യായം മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹം വിമാനത്താവള അതോറിറ്റിയുമായി സംസാരിച്ചു. അതായത് അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്, ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അതായത് അവര് മൊത്തത്തിൽ 350 രൂപ വാങ്ങിക്കാം. 250. 2 മണിക്കൂറിന് 1 മണിക്കൂറിന് 50 രൂപ, 2 മണിക്കൂറിന് 100 രൂപ, 2 മണിക്കൂറിന് 250 രൂപ. നിയമമാണ്. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം അവരുമായിട്ട് എങ്ങനെ പിരിഞ്ഞതെങ്ങനെ? ഞാൻ എയർപോർട്ട് മാനേജറെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇന്റഗ്രിറ്റി കമ്മിറ്റ്മെന്റ് പോളിസി ഒന്നുമില്ല, അത് അവർക്ക് അറിയാൻ ഞങ്ങൾക്ക് അവർക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്റർനാഷണൽ എയർപോർട്ടാണ്, ഇത് പലരും ഇവിടെ വരും, ഇവിടുന്ന് പോകണം വരെ എത്ര ഇവിടുത്തെ സ്പീക്കർ പോലും പറഞ്ഞു കൊടുക്കണം. എനിക്കറിയില്ല എന്നല്ല പറയേണ്ടത്. എന്ത് കാര്യം ചോദിച്ചിരുന്നത് അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കാൻ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ബാധ്യതയുണ്ട്. അതിനാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഫയർ ചെയ്ത് ഇത് അവിടെ സ്ഥിരം നടക്കുന്ന പരിപാടി ആയിരിക്കാം. കാരണം ഇതേപോലെ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകളെ ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചോദിക്കണം പൈസ കൊടുത്തിട്ട് പോവുകയാണ്. എന്നാലും ഒരു 1000 വണ്ടി ഒരു ദിവസം വന്നിട്ട് പോകുമ്പോ ഈ 100 രൂപ വെച്ച് എത്ര രൂപയായി ഒരു ഇത് അവരെല്ലാം തിരിച്ചെടുക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഞാൻ 1000 വണ്ടി വന്നിട്ട് പോകുമ്പോ ഇതുപോലെ 100 രൂപ വെച്ച് എവിടെയാണ് എത്ര എടുക്കുമ്പോ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല. ഇപ്പോ 2,36,000 വണ്ടികൾ വന്നിട്ടുണ്ട്. എങ്ങനെ ഒരു യാത്രക്കാരന് ഒരു വണ്ടി എന്നുള്ള കണക്കിന് 2,36,000 വണ്ടി അവിടെ വന്നിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലതാണ് ഒരു ആളെ കൊണ്ടുപോകാനും ഒക്കെ ചിലപ്പോൾ ഒരു വണ്ടിയല്ല, ഒന്നിൽ കൂടുതൽ വണ്ടി വന്നു പോകാറുണ്ട്. അപ്പം അവരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആ കണക്ക് നമ്മൾ കണക്കാക്കുമ്പോഴത്തേക്ക് ഈ 2,36,000 അല്ല, അതിൽ കൂടുതൽ എത്രയോ വണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ അതങ്ങ് വിടാം. എന്നാലും ഈ 2,36,000 വണ്ടികൾ വന്ന് ഈ 1-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് ഈ 2,36,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് കണക്കാക്കുന്നില്ല. ഈ വരുന്ന വണ്ടികളുടെ വലിപ്പച്ചെറുപ്പം നോക്കി, അവരുടെ മടിശീലയുടെ കനം നോക്കി, അവരിൽ നിന്ന് എരന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും അവർ.
അവർ കൊടുത്തിട്ട് പോകും. കാരണം അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാവും. അപ്പം ഇവർ ഇത്രയും കിടന്ന് കഷ്ടപ്പെടണല്ലേ, ഒരു ഭിക്ഷ എന്നുള്ള നിലയ്ക്ക് ചിലപ്പം കൊടുത്തിട്ട് പോകും. പക്ഷെ സാധാരണ ആൾക്കാരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ ആഹാരം പോലും സമയത്ത് കഴിക്കാതെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിപ്പറ്റാമെന്നും പറഞ്ഞ് വരണത് ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ഈ അയൽവക്കാരൻ്റെ വണ്ടി പൈസ പിന്നെ കൊടുത്താലും മതി എന്ന് പറഞ്ഞ്, എന്നാലും എയർപോർട്ടിൽ വരുന്നതല്ലേ, സ്വസ്ഥമായിട്ട് പെട്ടെന്ന് വീട്ടിലെത്താം, വീട്ടുകാരുമൊക്കെ ഒന്ന് സംസാരിക്കാൻ പെട്ടെന്ന് അവസരം കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വണ്ടി വിളിച്ചോണ്ട് ചെല്ലാൻ പറയും. അങ്ങനെയൊക്കെ വണ്ടി വിളിച്ചോണ്ട് പോകുന്നവനും ഈ അമിത പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇതൊരു പകൽക്കൊള്ളയാണ്. അപ്പോൾ ഇതിനെ എതിരെ പ്രതികരിക്കാൻ ഇങ്ങനെ ഒരാൾ എങ്കിലും ഉണ്ടായി എന്നുള്ളത് എൻ്റെ യാത്രയിൽ ഒരു പിൻബലം നൽകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട്, ഇദ്ദേഹം ചന്ദ്രബാബു ഏതാണ്ട് 30 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്. ഇപ്പം ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പം പൊതുപ്രവർത്തനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ബാക്കി കാര്യം നമുക്ക് കേൾക്കാം. അപ്പൊ ഇമിഗ്രേഷന്റെ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മുന്നോട്ട് താമസിക്കുന്നത്. ഇതൊരു വിഷയം തന്നെയാണ്. നിങ്ങൾ അത് അവിടെ അയക്കേ അയക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാന്നല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കൊള്ളയടി ചെയ്യാതെ രീതിയല്ല, ന്യായമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ പ്രഥമ കിട്ടിയത് ഞാൻ പ്രവർത്തനത്തിൽ വിളിച്ച് അവിടെ കിടത്തി കിടക്കിയിട്ട് അവർ പറഞ്ഞാൽ നമ്മൾ മെയിലയച്ചാൽ നമ്മൾ തിരിച്ചയച്ചു കൊടുക്കാം. അയച്ചിട്ട് ആ പൈസ അവര് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കാറുണ്ട്. അത് പറഞ്ഞെങ്കിൽ അവർ പറയുന്നത് ഫാസ്ടാഗിൽ കൂടുതൽ മണി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിന്റെ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ് പോയതെന്നാണ് അവർ പറയുന്നത്. സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്ന മാനത്ത് വന്ന കുട്ടികളുടെ സംവിധാനം ഒന്നുമല്ലല്ലോ, നമ്മൾ ചെയ്തു വെച്ചതല്ലേ. അതിനെ തിരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഞാൻ മലയാളത്തിലുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചുതരാം. ഞങ്ങളുടെ തെറ്റായ പ്രവണതകൾ ആലോചിച്ചാൽ ഞങ്ങളത് നമ്മളെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ മാത്രം നിയമം ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ. ഇവിടെ പാർക്കിംഗ് ചാർജ് നിങ്ങൾക്ക് വേണം. പാർക്കിംഗ് ചാർജ് തരുന്നുണ്ട്. അതിൽ വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് മാനമായിട്ടും മര്യാദയ്ക്കും വേണ്ടി എടുക്കുക. ഇതുപോലെ തന്നെ വേറെ കേരളത്തിൽ ഇതേപോലെയൊക്കെ നടക്കുന്നുണ്ടോ? ഇതുപോലെ ഇവിടെ ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇതുവരെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2 മണിക്കൂറിന് 100 രൂപ, പിന്നെ 15 മിനിറ്റ് കൂടെ ആയാൽ പിന്നെ 150 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ 15 മിനിറ്റ് കൂടെ ആകുമ്പോൾ അത് 1500 ആവില്ലേ. അപ്പൊ ഇത് ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായി പോയി, എന്ത് ചെയ്യും? അയാൾ വണ്ടി കൊണ്ട് വരണ്ടേ? അയാളെ പിന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണ് കാണേണ്ടത്. ഇതിപ്പോ വൈരാഗ്യ ബുദ്ധിയോട് ചെയ്തിരിക്കുമ്പോഴേ തോന്നുള്ളൂ. കാരണം എന്താണെന്ന് 2 മണിക്കൂറിന് 100 രൂപ, ഒരു 15 മിനിറ്റ് താമസിച്ചു പോയെന്ന് പറഞ്ഞ് 15 മിനിറ്റിന് 10 രൂപ വെച്ച് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഇത് മിനിറ്റിന് 10 രൂപ വെച്ച് വാങ്ങിച്ചിരിക്കണം. അതായത് 15 മിനിറ്റിന് 150 രൂപ വാങ്ങിച്ചിരിക്കുക. അപ്പൊ അത് ഈ ബാങ്കുമായിട്ട് സംസാരിച്ചപ്പോഴേ അവരുമായിട്ട് ബാങ്കിൽ നിന്ന് സംസാരിച്ചിട്ട് ബാക്കി പൈസ അങ്ങോട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞ ഒരു ഇമെയിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? അത് എമ്മാരെ അക്സെപ്റ്റ് ചെയ്യണ്ടേ, എമ്മാരെ കൊടുക്കണ്ടേ? അവര് പറയുന്നത് പിന്നെ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത്. അല്ല, കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതല്ലാന്ന് നമുക്ക് അങ്ങനെ പോരാന്ന് നമുക്ക് കൊണ്ടുവരണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഈ പറഞ്ഞ ബാങ്കിലേക്ക് ഒരു ഇമെയിൽ അയച്ചിട്ട് ആ ഇമെയിലിന്റെ ഒരു സംഭവം എനിക്കൊന്ന് അയച്ചു. ഇപ്പം ബാങ്കിലേക്ക് ഒരു ഇമെയിൽ അയക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ അല്ല, ഞാൻ ഇമെയിൽ അവർക്ക് അയച്ചില്ല. ഞാൻ ഇവിടുത്തെ എയർപോർട്ട് മാനേജറുമായിട്ട് പിന്നെ അവിടുത്തെ സൂപ്പർവൈസറുമായിട്ടും പാർക്കിംഗ് സൂപ്പർവൈസർ റഷീദുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അയാളുടെ സംസാരത്തിനെ പറ്റിപ്പോയി ചിലരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവര് അങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സാറിന് നേരിട്ട് വന്നാൽ പൈസ കുറച്ച് തന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അത് തൽക്കാലം നിങ്ങളത് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ പറയണം. ഇതെല്ലാം ഇവരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അല്ലാതെ അവിടെ ജനറേറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ജനറേറ്റ് ചെയ്ത് അങ്ങനെയൊന്നും വെക്കാൻ ഒക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ കാര്യമല്ലല്ലോ. ഇത് ഇവിടെ മാത്രം ജനറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആവില്ല. ഈ നെറ്റ്വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഈ പൊതുവിൽ എയർപോർട്ടിൽ പൊതു നിയമം ഉണ്ടാവും. ഈ ബാങ്കുകാർക്ക് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇമെയിൽ ആയിട്ട് തിരിച്ച് കിട്ടുമെന്ന് നോക്കാതെ അങ്ങനെയാണ്. അല്ല, ഇവർക്ക് ഒരു മെയിൽ അയച്ചിട്ട് ആ മെയിൽ ഇവർക്കൂടെ പാസ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നമ്മുടെ എയർപോർട്ടിലേക്ക് ഒരു മെയിൽ അയച്ചിട്ട് ബാങ്കുകാർക്ക് അത് അതിന്റെ കോപ്പി അയച്ചു കൊടുത്താല് ചോദിക്കുന്നു. അല്ല, ഇത് ചെറിയ ഒരു കാര്യമല്ല. നമുക്കിപ്പം എത്ര ഒരു ഫ്ലൈറ്റ് വരുമ്പോൾ എത്ര പേര് വന്ന് പോകണമെന്ന് അറിയാമോ? അത് തന്നെ. 1000 കണക്കിന് വണ്ടികളാണെന്ന് വന്നത്. അന്ന് 3 ഫ്ലൈറ്റ് അവിടെ ഇറങ്ങി 1000-1500 പേര് വന്നിട്ട് പോയതാണ്. അപ്പൊ ഈ കണക്കിന് അവർ ഫാസ്റ്റ് ടാഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോടി രൂപ വെറുതെ അവരുടെ പോക്കറ്റിലാവണം. അത് കൊള്ളയല്ലേ?
ആ ഇത് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു തുക വരും. അതിനവര് ജി എസ് ടി മറ്റേ റെക്കോർഡിക്കലോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇതിന് ഇതിപ്പോ നിങ്ങളൊക്കെ എടുത്ത പൈസയ്ക്കൊന്നും യാതൊരു രേഖയില്ലാത്ത ഇത് അഡീഷണൽ വാങ്ങിച്ചിട്ട് അതിന്റെ 250 വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ബില്ല് ചെയ്തോണ. അതിന്റെ പൈസ ഉണ്ട്. അല്ലാതെ ഞാൻ അയച്ചതോ? അല്ലാതെ ബില്ല് ആയിട്ട് പേപ്പർ ആയിട്ടില്ലല്ലേ? പേപ്പറായിട്ട് ഒന്ന് തന്നായിരുന്നു. അതായത് അല്ല അത് ഇതിൽ മെസ്സേജ് വരെ ഉള്ളൂ, നമുക്ക് പേപ്പറില്ല. റെസിപ്റ്റ് ആയിട്ട് അങ്ങനെ വരൂല അല്ലേ? റെസീറ്റ് പിന്നെ ക്യാഷ് ഡയറക്റ്റ് പേ ചെയ്യുന്നതൊക്കെ ഉള്ളൂ. എന്റെ ഫാസ്റ്റാഗിൽ പൈസ ഉണ്ടായിരുന്നു, അതാണ് അത്രയും കട്ട് ചെയ്തത്. ഞാൻ അത് ഒരു എത്തിക്കിനെ ശരിയാവണില്ല ഞാൻ ആലോചിച്ചിട്ട്. അപ്പോൾ കഥ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇവിടെ ഈ എയർപോർട്ടിൻ്റെ കാര്യം മാത്രമല്ല, ഏത് മേഖല നോക്കിയാലും ഒരു ആവശ്യമായി ചെല്ലുമ്പോൾ ഈ ചെല്ലുന്നവനെ എങ്ങനെ മുതലാക്കാം എന്ന ഒരു ചിന്താഗതി, അത് ആ ചിന്താഗതി ജന്മാവകാശമാണ് എന്നാണ് അവർ കൂടി ആലോചിച്ച് വച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ വികസിത കേരളം. ഒന്ന് പ്രതികരിക്കണം കേട്ടോ, കൂടെ നിൽക്കണേ. ബൈ. ദയാനന്ദൻ ഫോട്ടോ മീഡിയ.